ഗോവ ഗവർണർ, ഹോണറബിൾ ഗവർണർ ഓഫ് ഗോവ PS ശ്രീധരൻപിള്ള ചേരുന്നുണ്ട്. ശ്രീധരൻപിള്ള സർ, ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും നേരത്തെ സൂചനകൾ താങ്കൾക്ക് ലഭിച്ചിരുന്നു, അതോ കുറ്റപത്രം വരുന്ന സമയത്താണോ അറിയുന്നത് താങ്കൾ ഈ കേസിലെ ഒന്നാം പ്രതിയാണെന്ന്? നടന്ന ഇങ്ങനെയുള്ള സമരത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇത്രയും കൊല്ലം കഴിഞ്ഞ ശേഷം എനിക്ക് വിഷമമൊന്നും കേട്ടോ. എന്റെ പേരിലുള്ളത് എടുക്കാൻ അവർക്കിപ്പം ഗവർണർ ആകുമ്പം അവര് അത് മാറ്റി വെക്കുകയുള്ളൂ. അവിടെ കോടതി ചാർജ് ഷീറ്റ് കൊടുത്താൽ അത് പിന്നെ ഗവർണർ ആകുമ്പോൾ ഇപ്പൊ എന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നത് ഞാനും രാജഗോപാൽജിയും ഒക്കെയാണ് അതില് പ്രതികളെന്നാണ് എനിക്കിന്ന് അതിന്റെ കമന്റ്സ് കിട്ടിയാലേ ആളുകൾ പറഞ്ഞത്. അപ്പൊ അതിൽ പറയുന്നു ആംസ് ആക്ട് ഉണ്ട്. ആയുധം എടുത്തിട്ട് ഞങ്ങളെല്ലാം കൂടെ കാറ് അടിച്ചു പൊളിച്ചു. അത് 4 പേരുടെ പേര് അവിടെയുള്ള ലോക്കൽ മാന്നാറുള്ള ലോക്കൽ ആൾക്കാരുടെ പേര്. അത് കഴിഞ്ഞ് കണ്ടാൽ അറിയാവുന്ന 10 പേരും കൂടെ. ആ കണ്ടാൽ അറിയുന്നവരിലാണ് ഒരാജഗോപാലൻ, ശ്രീധരൻപിള്ളയും മറ്റാരൊക്കെയാന്നുള്ള ഡീറ്റെയിൽസ് എനിക്കറിയില്ല ചേർത്തിട്ടുള്ളത്. അപ്പൊ ഇതെന്ത് വെള്ളരിക്കപ്പെടണോ? ഇതെന്താ? പിന്നെ ഇതിപ്പം മുസ്ലിം തീവ്രവാദികളെ പ്രീതിപ്പെടുത്താമെന്ന് പറയാനൊന്നും എനിക്ക് യോജിപ്പില്ല. അങ്ങനെയൊന്നും അല്ല. ഇവിടുത്തെ പോലീസിന്റെ അജ്ഞതയും നിയമവാഴ്ചയുടെ തകർച്ചയുമാണ്. അതിനെ ഇങ്ങനെ ശബരിമല സമരത്തിനോട് ബന്ധപ്പെട്ട് ഞാൻ അല്ലാണ്ട് അങ്ങനെ കരുതുന്നില്ല. കാരണം ഇവിടുത്തെ ഈ സംവിധാനങ്ങളെല്ലാം തന്നെ അജ്ഞതയാണ് കേരള പോലീസിന്. അല്ലെങ്കിൽ ഇപ്പോഴും ഈ കേസിനകത്തിൽ കണ്ടാൽ അറിയുന്ന ആളുകൾ നിൽക്കുവാ കേസ്. കണ്ടാൽ അറിയുന്ന ആളുകളെ എന്താ പറയുക, ഞാൻ ആ ചെങ്ങന്നൂർ മത്സരിച്ച 2 തവണ മത്സരിച്ച കാൻഡിഡേറ്റ് അല്ലേ. 44,000 വോട്ട് അക്കാലത്ത് വാങ്ങിയ ഒരു ആൾ. അപ്പൊ എന്നെ അറിയില്ലേ? അപ്പൊ കണ്ടാൽ അറിയാവുന്നവരെന്ന് ചേർത്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന നിയമവ്യവസ്ഥയെ കംപ്ലീറ്റ് ആയിട്ട് കയറൂരി വിട്ട് ലത്തിൽ ലഗാനുമില്ലാതെ കൊണ്ടുപോവുകയാണ്. ഇതിന് ഈ നിയമത്തെ പറ്റി മുഖ്യമന്ത്രി അന്വേഷിക്കട്ടെ, അല്ലെ കാര്യങ്ങൾ കേട്ട്. ആയുധങ്ങൾ എടുത്തിട്ട് രാജഗോപാൽജി 96 വയസ്സുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്. ഞാൻ അതൊക്കെ കണ്ടു രാമ്പളുകാരൻ്റെ അവധിയെ. അവിടെയാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ജനങ്ങളോട് പറയുക, അത് പറയാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതില് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം ദൗർഭാഗ്യകരമായ എന്താന്ന് വെച്ചാൽ പഠിക്കേണ്ടവരാരും ഇതൊന്നും പഠിക്കുന്നില്ല. എന്നെ എത്ര കേസിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കേസിൽ പ്രതിയായിട്ടുള്ള ഞാനായിരിക്കും കേരളത്തിൽ. ഞാനൊരിക്കലും എന്റെ ഇത്ര കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞ് ഞാൻ നടക്കാറില്ല. കാരണം നമ്മൾ ഇതിനെയൊക്കെ ഇത്തരം വെല്ലുവിളികളെ നമ്മൾ നേരിടുകയാണ് വേണ്ടത്. ജനങ്ങളാണ് പരമാധികാരികൾ. അവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. രാജഗോപാൽജിയെ ഇങ്ങനൊരു കേസില് ആയുധം എടുത്തുകൊണ്ട് ആംസ് ആക്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഥമ ദൃഷ്ട്യാ കേസ് നിൽക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബാബു RV ബാബു ലാസ്റ്റുകൾ പറയുന്നത് തോന്നി. ഞാൻ ബാബുവിനോട് ചോദിക്കട്ടെ, ഇത്തരം കേസുകൾ എടുത്തിട്ടുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഞാൻ BJP പ്രസിഡന്റാ. കേസ് എടുത്ത് എട്ടയാറും അത്തരം കേസുകൾ 8 കൊല്ലത്തിന് ശേഷം എത്ര ചെറുപ്പക്കാരാണ് ഇപ്പോഴും കോടതി വരാതെ കയറി ഇറങ്ങുന്നത്? നമ്മൾ ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലേക്കല്ലേ കൊടുക്കേണ്ടത്, അല്ലാതെ അന്യോന്യം വേറെന്തെങ്കിലും പറഞ്ഞ് പറയുന്നതിന് പകരം നമ്മളിത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഇതാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം വരിക. കേരളത്തിലെ ഇത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുന്ന ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഏത് പക്ഷമായാലും, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുക. ജനങ്ങൾ എന്ന പരമാധികാരമുള്ള ആളുകളിലേക്ക് എത്തുക. മറ്റേ നിയമപരമായിട്ടുള്ള എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഇത് ഘോഷ് ചെയ്യാനും അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് 100%. ഇപ്പം ഒരു കേസ് ഘോഷ് ചെയ്ത് കിട്ടിയല്ലോ. കിട്ടിയിട്ട് എന്താ അത് നമ്മുടെ ഇപ്പൊ ഉള്ള കേസുകളിലേക്കല്ലാതെ എന്താ എടുക്കാന്ന് ഉപയോഗിക്കാൻ എന്താ? അത്തരം കേസുകൾ ഞാൻ പഠിച്ച സമയത്ത് ഒരാളെങ്കിലും ഒരു സഹതാപം പുറപ്പെടുവിച്ചോ അക്കാലത്ത്? അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവർത്തകന്മാര്, ചെറുപ്പക്കാർ ജോലി കിട്ടുന്നവരാണ്. അവരെയൊക്കെ നോൺ ബെയിലബിൾ ഒഫൻസിലിട്ടിട്ട് ഇപ്പം 6 കൊല്ലത്തിന് ശേഷം അതിന്റെ ട്രയലും കാര്യങ്ങളും നടക്കുക. കയറി ഇറങ്ങി കഷ്ടപ്പെടുകയല്ലേ. ഇതിനൊരു ബാധ്യത കൂടി നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തും. ശ്രീധരൻപിള്ള, ഒറ്റ കാര്യം കൂടി, ആരുടെ പ്രേരണയിലായിരിക്കും ഇങ്ങനെ ഒരു കള്ളക്കേസ് എടുത്തതും ഇപ്പോൾ കുറ്റപത്രം കൊടുത്തതും? രജിസ്റ്റർ ചെയ്ത ക്രൈം എന്നാ? ആ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2018 നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അങ്ങനെയൊക്കെ അവർക്ക് പിടിച്ചോട്ട് പോയാൽ പോരെ? ഇതെല്ലാം ചെയ്യുന്നത് ഈ പോലീസ് സംവിധാനത്തിൽ ഒരു നീതിബോധത്താൽ നയിക്കപ്പെടുന്നവരാണ് പോലീസ്. ദേ ആർ സപ്പോസ് ടു ബി ദ ഗാർഡിയൻസ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ സംരക്ഷകരാണ്. ആ പോലീസ് ഓഫീസർമാരെ വെള്ളപൂശുകയും അവരെ കൊണ്ട് ഇപ്പൊ ഈ ചാർജ് ഷീറ്റ് എഴുതി കൊടുത്തവൻ ആരാ? അവന് സാമാന്യ ബുദ്ധി ഉണ്ടോ? നിയമജ്ഞാനം ഉണ്ടോ? ഇത്തരം ആംഗിൾ നമ്മൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പൊ അത് ചെയ്യണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
വളരെ നന്ദി ശ്രീ ശ്രീധരൻപിള്ള ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശബരിമലയിലെ ആചാര സംരക്ഷണ സമരത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഗോവ ഗവർണർ ശ്രീധരൻപിള്ള ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 10 പേരുടെ കൂട്ടത്തിൽ ഒ രാജഗോപാലുമുണ്ട്. മാന്നാർ പോലീസിൻ്റേതാണ് ഈ കുറ്റപത്രം. ശബരിമല പ്രക്ഷോഭ സമയത്ത് വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്ന കേസിലാണ് ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അതിൽ ആംസ് ആക്ട് പോലും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രതികരിച്ച ശ്രീധരൻപിള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആയുധങ്ങൾ എടുത്തുകൊണ്ട് വാഹനങ്ങൾ അടിച്ച് തകർത്തു എന്നതാണ്. ആ കേസിലാണ് ഒ രാജഗോപാലിനെയും PS ശ്രീധരൻപിള്ളയും പ്രതി ചേർത്തിരിക്കുന്നത്. ഇത് ഈ വളരെ അടുത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സമൻസ് കിട്ടിയത്. അപ്പോഴാണ് ഈ കേസിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിയുന്നത്. മാത്രമല്ല ആ സമയത്ത് അദ്ദേഹം മാന്നാറിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം നേരത്തെ പ്രതികരിക്കുകയും ചെയ്തു.